നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ ചതയം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചതയം നക്ഷത്രം എന്ന് പറയുന്നത് കുംഭക്കൂറാണ്. അപ്പോൾ കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചമഹാപുരുഷത്തിലെ ശശമഹായോഗം ചെയ്തിട്ട് ജന്മത്തിൽ തന്നെയാണ് ശനി നിൽക്കുന്നത്. 4-ാം ഭാവത്തിലാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ ചന്ദ്രകേന്ദ്രത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് കണ്ടകശനി എന്ന് പറയുന്നൊരു ദോഷമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ സ്വക്ഷേത്ര ബലവാനായിട്ട് ചന്ദ്രകേന്ദ്രത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് ശശമഹായോഗം എന്ന് പറയുന്നൊരു ഗുണവും കിട്ടും. അപ്പോൾ ഈ രണ്ട് ഗുണവും ദോഷവും കിട്ടും എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം ദോഷഫലത്തിന് പരിഹാരം ചെയ്താൽ മാത്രമേ ഗുണഫലത്തിൻ്റേതായിരിക്കുന്ന ഗുണങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രാജപ്രിയോ ദേശപുരാതിനാഥോ ഭക്തോ ജനന്യാം കൃഷിധാന്യയുക്ത എന്ന് പറയുന്ന ഗുണഫലം അനുഭവിക്കണമെങ്കിൽ കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരം വരണം. അത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ഈ മാസത്തിൽ ചെയ്യണം. ധനസ്ഥാനത്ത് അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. ചില സമയത്ത് സാമ്പത്തിക വർധനവിനും ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കത്തിനും യോഗമുള്ള മാസമാണ്. 2-ാം ഭാവത്തിൽ അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്ന കാരണം നല്ലത് പറഞ്ഞാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും. അതുപോലെ തന്നെ അപക്ഷ്യമായ വസ്തുക്കളുള്ളിൽ ചെല്ലാനായിട്ട് യോഗമുണ്ട്. അഷ്ടമത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം നടുവേദന പോലെയുള്ള ദോഷങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട്. എന്നാൽ 10-ാം ഭാവാധിപതി ഇരിക്കുന്ന ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്ന കാരണം പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർമ്മസംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. കാരണം 4 നിൽക്കുന്ന വ്യാഴത്തിന് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ പോലും ബുധശുക്ര യോഗമാണ് 5-ാം ഭാവത്തിലുള്ളത്. നിപുണായോഗമുണ്ട്, രംഗായോഗമുണ്ട്. അപ്പോൾ ഭാഗ്യാധിപതി 5-ാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം പൂർവ്വപുണ്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് കാരണം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന വർധനവിന് യോഗമുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കാനും മറ്റുള്ളവരെ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകാനും ഒക്കെ യോഗമുണ്ട്. ബുധശുക്രയോഗം 5-ാം ഭാവത്തിൽ വന്നതുകൊണ്ട് മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ്. എന്നാൽ വ്യാഴപ്പഴമുണ്ട്. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം കുടുംബ സംബന്ധമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഖാന്തരമൊക്കെ വീട് വിട്ടു പോയാലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രതിസന്ധികൾ വീടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അഷ്ടമത്തിലെ കേതു നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാക്കും. എങ്കിൽ പോലും എവിടെ ചെന്നാലും നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട്. തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗമുള്ളത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കുറയാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ യഥാശക്തി വഴിപാടൊക്കെ വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ ചെയ്യുക. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് വലിയൊരു ദോഷമില്ല. വരുമാനത്തിൽ വർധനവ് ഉണ്ടാകാനാണ് യോഗമുള്ളത്. 4-ാം ഭാവത്തിൽ ശുഭയോഗം വരികയും 4-ാം ഭാവാധിപതി യോഗാരത്വം വഹിച്ചു നിൽക്കുകയും ചെയ്യുന്ന കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിട്ട് ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കുകയും മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനോ അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനൊക്കെയുള്ള യോഗം ഈ മാസത്തിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ പറയുമ്പോൾ ഗുണസുദോഷ സമ്മിശ്രമാണ് ഈ മാസത്തിലെ ഫലമെങ്കിൽ പോലും സാമ്പത്തിക വിഷയത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളുള്ളത് കാരണം സാമ്പത്തിക വർധനവിന് തന്നെയാണ് യോഗം കാണുന്നത്. എന്നാൽ മറ്റ് ശാരീരികമായിട്ട് കുറച്ച് പ്രതിസന്ധികൾ, സംസാര സംബന്ധമായിട്ട് കുറച്ച് അപ്രിയമായിട്ടുള്ള അവസ്ഥ കാര്യങ്ങൾ, ഇങ്ങനെ കുറച്ച് ദോഷങ്ങളുണ്ട്. അതിനുള്ള പരിഹാരങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു ദോഷങ്ങളോ തടസ്സങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാതെ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നാൽ അവനവന് വേണ്ടപ്പെട്ടവർക്കുണ്ടാകുന്ന രോഗം പോലെയുള്ള പ്രശ്നങ്ങളോ അവരുടെ സ്വഭാവം കൊണ്ട് വരുന്ന ചേർച്ചക്കുറവുകളോ പോലെയുള്ള വിഷയങ്ങൾ കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. എന്നാൽ എല്ലാ സമയത്തും സഹായങ്ങൾ കിട്ടാനും സഹോദര ഗുണം അനുഭവിക്കാനും ജാതകവശാൽ യോഗവും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലം തന്നെ ചതയ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.